എനിക്കതിനകത്ത് വലിയ റോളൊന്നുമില്ല, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഇനി നീ അത് വെച്ച് ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നിന്നെ അതുപോലെയാണ് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ട്രീറ്റ് എന്ന് വെച്ചാൽ ഫേക്കാണത്, മറ്റൊരു ഫേക്കാണ്. കാരണം എല്ലാവരും ഉപയോഗിച്ചു, ഉപയോഗം കഴിഞ്ഞ് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു തന്നെ അത്രേ ഉള്ളൂ. അതായത് ഇത്രയ്ക്ക് ഉള്ളത്, എല്ലാവരും ഒന്ന് പോയി, എത്ര ഉള്ളൂ. ഇനി അതിനകത്ത് റോൾ ചെയ്യാൻ മാത്രമൊന്നുമില്ല, പറയാൻ മാത്രമൊന്നുമില്ല, ചിന്തിക്കാൻ മാത്രമൊന്നുമില്ല. ഇനി കാട് കയറി ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അറിയാമല്ലോ എന്ത് കാര്യം ഇനി പറഞ്ഞു വരുമ്പോൾ ഇത്ര ഉള്ളൂ. അതായത് ഇനി അവരുടെ കുടുംബ ജീവിതം അവരുടെ കയ്യിലാണ്, അത്രേ ഉള്ളൂ. ഐ തിങ്ക് ചെറിയ കല്ലുകടി ഉണ്ട്, എന്നാലും നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ഞാൻ മുന്നോട്ട് ചിന്തിക്കുന്നതിൻ്റെയാണ് ഇതിൻ്റെ അകത്തൊരു ഇത്. ഇങ്ങനെ ആവാം, ആകാതിരിക്കാം. ഇപ്പം തന്നെ ഈ പറഞ്ഞതിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോയി, അതൊരു കല്ലുകടിയായി നിൽക്കുകയില്ലേ എന്നൊരു സംശയമുണ്ട് അവിടെ. മുമ്പെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് അമ്മായിമ്മ പോരെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. പക്ഷേ ഇവിടെ അത് അമ്മായിമ്മക്ക് ഒരു വരില്ല, 100% വരില്ല. കാരണം ഇവരിവിടെ നിൽക്കുന്നില്ല, ഇവരിവരുടെ ജോലിയുമായിട്ട് അവിടെ ആയിരിക്കും. അപ്പം വരുന്നത് 2-3 ദിവസം ഉണ്ടാകും. അപ്പം അതിനുള്ള സാഹചര്യം അവരങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പം അതവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകാനുള്ള ഒരു പെർസെൻറ്റേജ് അവിടെ ഉണ്ട്. 99% നടക്കാതിരിക്കാം, 1% ഉണ്ടാകാം. ആ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ട്വിസ്റ്റ് അവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഈ ചിരി കുറേ കഴിയുമ്പോൾ മായുമോ എന്നാണ് എല്ലാവരുടെയും. എനിക്കിപ്പോൾ ഒരു 100% അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. കാരണം നീ അവർ കൊടുക്കുന്നൊരു സ്നേഹമുണ്ട്. അത് നീ എത്ര തേച്ചാലും അവരെത്ര തേച്ചാലും എന്തൊക്കെ കാണിച്ചാലും പോവില്ല. അതങ്ങനെയാണ്. ഇത് ചോരയല്ലാണ് അത്, അത്ര ഉള്ളൂ. പിന്നെ ഇത് ഇത്രയ്ക്ക് ഉള്ളൂ. നമ്മൾ ഇത്രയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കുക. മനസ്സിലുണ്ട്, പക്ഷേ ഇത് പുറത്ത് കാണിക്കില്ല. പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് കാണിച്ചിട്ടും അത് തിരിഞ്ഞു നോക്കാതെ പോയാൽ വിഷമമാകും. അതിനും കാണിക്കില്ല, ഉള്ളിലിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. പറഞ്ഞു വരുമ്പം ഈ മേൽ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ ഇത്രയ്ക്ക് കാര്യങ്ങളുണ്ട്. അപ്പം ഇനിയും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇപ്പം വിളിയും പറച്ചിലൊന്നും ഇല്ല. ഇപ്പം വിളിയും പറച്ചിലും ഇല്ലാതെ എന്നാന്ന് വെച്ചാൽ അറിയാം, സ്വാഭാവികമായും ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ. അതായത് മുമ്പ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു ടച്ച് വരുത്താൻ വേണ്ടി മാത്രം സംസാരിച്ചു രണ്ടുപേരും. അപ്പോൾ ഒരു ടച്ച് വരുത്താൻ വേണ്ടി മാത്രമാണ്, റിക്കവർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കഴിയുമ്പം സ്വാഭാവികമായി അവരുടെ കുടുംബമായി അവരുടെ തിരക്കുകളായി അങ്ങ് പോകും. അത് നമുക്ക് കോമൺ സെൻസായിട്ട് ചിന്തിക്കാം. പക്ഷെ നമ്മളൊരു അന്നുണ്ടായിരുന്ന ഒരു ടച്ച് അത് നിലനിർത്താൻ അവർക്ക് ചാൻസ് കിട്ടുകയില്ലേ? ചാൻസ് ഉണ്ടാവില്ലേ? ഉണ്ട്. പക്ഷെ അവരെടുക്കുന്നില്ല. രണ്ടുപേരും അതെ ഇന്നേ വരെ നമ്മളെ വിളിച്ചിട്ടില്ല. അന്നും നമ്മളെ വിളിച്ചിട്ടില്ല. കാരണം അവർ നമ്മൾ അത്രേ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതേ നമ്മളെ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മളവിടെ തരംതാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളോട് തരംതാഴാൻ പാടില്ല. കാരണം നമ്മളിങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെപ്പോഴും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരു വില കുറച്ച് കാണുള്ളൂ. സ്വാഭാവികമാണ്. എല്ലാ റിലേഷൻഷിപ്പും അതിങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും
ഒരാൾ മാത്രമായി അങ്ങോട്ട് കാണിച്ചുകൊണ്ടിരുന്നാൽ ആ റിലേഷൻഷിപ്പോ ആ ഒരു ബന്ധത്തിനൊരു വിലയുണ്ടാവില്ല. അവരെപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുള്ളൂ. അതെങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ നല്ലൊരു കുടുംബജീവിതം വരട്ടെ എന്ന് ആശംസിക്കാം. അത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പം നമ്മളോട് കാണിക്കുന്ന ഒരിക്കലും വെച്ച് നമ്മളവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ ജീവിക്കട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ ആസ്വദിച്ചു നമ്മൾ നിർത്താം. ഇപ്പം ഞാനിനി പറയാനൊന്നുമില്ല. ഒരു ചെറിയ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തീർത്തത്. അപ്പം